കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചരിത്രമുറങ്ങുന്ന ഒരു നാട്ടിൽ മൊബൈൽ കിസ്സായിട്ട് എത്തിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. കലാമേഖലയിലും കായിക മേഖലയിലും പഠന മേഖലയിലൊക്കെ വളരെ വ്യത്യസ്തത കൊണ്ടുവന്ന ഒരു സ്ഥലം. അതാണ് കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള സ്ഥലം. കണ്ണാടിപ്പറമ്പ് ഒരുപാട് വർഷക്കാലമായിട്ടുള്ളൊരു വിദ്യാലയമാണ് ദേശസേവ UP സ്കൂൾ. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു വിദ്യാലയം. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഒരു പുതിയ എപ്പിസോഡ്. ദേശസേവയിൽ ആദ്യത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വരുന്നത് ഇമേജ് മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട്. പഴമയുടെ തനിമ ഇപ്പോഴും നിലനിർത്തുന്ന നെല്ലിമരങ്ങളും മനോഹരമായിട്ടുള്ള മണ്ണും സുന്ദരമായിട്ടുള്ള ഒരു കാലാവസ്ഥയും എല്ലാം കൊണ്ടും സുന്ദരമാണ് ഈ ഒരു വിദ്യാലയം. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്ന. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇമേജ് മൊബൈൽ കിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക്. കണ്ണാടിപ്പറമ്പ് ദേശസേവ UP സ്കൂളിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ടീമാണ് 7ാം ക്ലാസ്സും 6ാം ക്ലാസ് ഉണ്ടോ? 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണ് ഇതിൽ മത്സരിക്കുക. എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് കേട്ടോ മൊബൈലിൻ്റെ ഒക്കെ. അപ്പോൾ പോണ സമയത്ത് അച്ഛൻ്റെ കയ്യിലോ ചേട്ടൻ്റെ കയ്യിലോ ആരെങ്കിലും കൊടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കാനുള്ള ഡിസ്കൗണ്ട് വൗച്ചറാണ് കേട്ടോ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം കണ്ണൂർ കാൽടെക്സിലാണ് കേട്ടോ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഇനി സംശയമില്ലാതെ പറയണം കേട്ടോ.
വസൂരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വസൂരി എന്നുള്ളത് റൈറ്റ് ആൻസർ. ലോകത്തിലെ തന്നെ ആദ്യത്തെ വാക്സിൻ വന്നത് വസൂരി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലുള്ള വളരെ ഭീകരമായിട്ടുള്ള അസുഖത്തിനെതിരായിരുന്നു. അങ്ങനെ ആ വാക്സിനൊക്കെ വളരെ ഗംഭീരമായിട്ട് എന്താ പറയുക എല്ലാവരും ചെയ്തതുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് ചുരുങ്ങി ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. ഒരേ സംഭവമാണ് ചിക്കൻ ബോക്സ് വസൂരി. ചിക്കൻ ബോക്സിൻ്റെ വളരെ ഭീകരമായിട്ടുള്ള ഒരു വേർഷനാണ് വസൂരി എന്നത്. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ സമ്മാനം. നന്നായിട്ട് പഠിക്കണം കേട്ടോ, എല്ലാവരും നല്ല മാർക്കൊക്കെ വാങ്ങിക്കണം. നല്ല ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിന് കൊണ്ട് എന്ത് ചെയ്യും? നല്ല ശമ്പളമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കും, ജോലിയൊക്കെ ചെയ്യും. ആരാവാൻ ആഗ്രഹം? എഞ്ചിനീയറൊക്കെ ആയി നല്ലൊരു കമ്പനിയിലൊക്കെ ജോലി കിട്ടി, നല്ല ശമ്പളമൊക്കെ കിട്ടി, ഏതാണ്ട് 2-2 ലക്ഷം രൂപ, മന്ത്ലി ഒരു 4 ലക്ഷം രൂപ ഒക്കെ സാലറി കിട്ടി. എന്ത് ചെയ്യും ഈ സ്കൂളിന്? നല്ലതിനായിട്ട് പോകും. അവരോട് ചോദിക്കും എന്ത് വേണമെന്ന് ചോദിക്കും. ഇനി ഈ ഭാഗത്ത് കാണൂടാ. ശരി കേട്ടോ, നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. താങ്ക് യു, ടാറ്റ, ബൈ. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം പേര് പറ. ദേവിക എൻ. എവിടെയാണ് ദേവിക എൻ? കണ്ണാടിപ്പറമ്പ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണോ? Ready? 1, 2, 3, start. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അപ്പോൾ ചോദ്യത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് നിങ്ങൾക്ക് തീരുമാനം. ഈസി ചോദ്യം വരുന്നല്ലേ, കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക്. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു ഏരിയയിൽ ഇത്രയും വലിയ ഗ്രൗണ്ടുള്ള ഒരു സ്കൂൾ ഉണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം എല്ലാം കൊണ്ടും സൗകര്യമുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം. പിന്നെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം തരാം, എനിക്കിവിടെ ഒരു 3-4 പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വലിയ ഷോസൊക്കെ ആങ്കറിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല സ്ഥലമാണ്, ഒരു നല്ല കലാകാരന്മാരുള്ള സ്ഥലമാണ് അല്ലേ. കണ്ണാടിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമായുള്ളത്. പിന്നെന്താ പറയണ്ടേ, അടിപൊളി ക്ഷേത്രമില്ല എൻ്റെ അടുത്ത് അല്ലേ, പള്ളിയും എല്ലാം കൊണ്ടും സുന്ദരമാണ് ഈ സ്ഥലം. ശരി, അപ്പോൾ ടീം ലീഡർ ആരാണ്? ടീം ലീഡറായിട്ട് ആരാണ് നിൽക്കുന്നത്? ഓക്കെ, ഒന്നും കൂടി പേര് പറയുമോ? വൈഗ പിവിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം. ടീമാണേ, ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഫസ്റ്റ് റൗണ്ട് എൻട്രി. നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം അല്ലേ. വെള്ളമില്ലാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഭക്ഷണമൊക്കെ ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ തട്ടിമുട്ടിയൊക്കെ കഴിക്കാം അല്ലേ, അങ്ങനെ നിൽക്കാം. പക്ഷെ വെള്ളം
റൗണ്ട്. ചോദ്യം ശ്രദ്ധിച്ച് പെട്ടെന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ശക്തിയായിട്ട് തുമ്മുന്ന സമയത്ത് ചെറിയ സമയം ഇതൊന്ന് നിലച്ചു പോകും. ചെറിയ സമയം ടക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആശി നാക്കി, അതൊരു ആക്കി അല്ലേ? ശരിക്കും ആച്ചി നാക്കുന്ന സമയത്ത് ഈ ഒരു സമയം ചെറുതായിട്ടൊന്ന് നിലക്കും. ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഹൃദയമാണോ, വൃക്കയാണോ, കരളാണോ, ശ്വാസകോശമാണോ? ആലോചിച്ച് പറയണം. ഒരു ക്ലൂ, ഒരു പോട്ടെ. ഏതായാലും നിങ്ങൾ കുറച്ച് ടഫായിട്ടുള്ളൊരു ചോദ്യമാണെന്ന് തോന്നുന്നു. ശ്വാസകോശം നമുക്ക് എടുത്തു കളയാം. ശ്വാസകോശം എടുത്തു കളയാം. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതും ശ്വാസകോശമായിരിക്കും അല്ലേ? ഉത്തരം എന്ന് പറയുന്നത് ഹൃദയം. ഹൃദയം റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം. അടിപൊളിയൊന്നും കൂടരുത്, വീതിച്ച് കൃത്യമായിട്ട് എടുക്കണം. ഒന്ന് ആച്ചി വിടഞ്ഞേ. ഓക്കെ. എന്തായാലും ദേശസേവ UP സ്കൂളിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. കണ്ണാടിപ്പറമ്പ്, വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലത്ത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മക്കളെല്ലാം ഇപ്പോൾ ഇൻ്റർവെല്ലാണോ മക്കളെ? PT കളിക്കാൻ വന്നെയാണോ? PT. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ നിങ്ങളുടെ വിദ്യാലയത്തിലും ഞങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് മക്കളല്ലേ ആക്കില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ വരാം. അതുപോലെ നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരാം. അപ്പോൾ തൽക്കാലം ഇവിടെ പറയാം. അടുത്ത എപ്പിസോഡിൽ പുതിയ സ്ഥലത്ത് വെച്ച് പുതിയ മുഖങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ.